എം മുകുന്ദന്റെ നൃത്തം എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2000-ലോ മറ്റോ ആണ് ഈ നോവൽ ഇറങ്ങുന്നത്. അപ്പോൾ ഈ നോവലിലെ തീം എന്ന് വെച്ചാൽ അതിൽ മെയിൻ ക്യാരക്ടർ ഉണ്ട്, TP ശ്രീധരൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു മെയിൽ ID ഉണ്ടാക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് മെയിൽ ID ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മെയിൽ ID ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തന്നെ അങ്ങനെ പറയുന്നുണ്ട്, എനിക്കിനി നല്ല സുഖമാണ്, എന്താണ് പിന്നെ ലെറ്റർ അയക്കാം, പോസ്റ്റ് ഓഫീസ് വേണ്ട, പോസ്റ്റ്മാൻ വേണ്ട, അതും അപ്പം അയക്കുന്ന ലെറ്റർ അപ്പം തന്നെ എന്ത് ചെയ്യുന്നു അയാൾക്ക് കിട്ടുന്നു. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം അന്ന് സൈബർ കഫേകളാണ് ഉള്ളത്. അപ്പോൾ സൈബർ കഫേയിൽ ഇദ്ദേഹം അങ്ങനെ സൈബർ കഫേ ചെന്നിട്ട് വേണം എന്ത് ചെയ്യാണ് ഈ ലെറ്റർ മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇദ്ദേഹം സൈബർ കഫേ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇല്ലല്ലോ ഈ സൈബർ കഫേ. അപ്പോൾ വഴിയിലൊരു പോലീസുകാരങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരനോട് ഇങ്ങനെ സൈബർ കഫേ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൈബർ കഫേ എവിടെ ചോദിക്കുമ്പോൾ പോലീസുകാരൻ എന്തില്ല, എന്താണ് സൈബർ കഫേ എന്ന് പോലും പോലീസുകാരൻ അറിഞ്ഞുകൂടാ. എന്നിട്ട് അദ്ദേഹം അങ്ങനെ അന്വേഷിച്ചിട്ട് സൈബർ കഫേയിൽ എത്തുമ്പോൾ അവിടെ വലിയൊരു ക്യൂ ആണ്. കുറേ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ കയ്യിൽ ഫ്ലോപ്പി ഡിസ്കും ഉണ്ട്. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഫ്ലോപ്പി ഡിസ്കും ഇല്ല, സൈബർ കഫേകളൊന്നുമില്ല. ഏതാണ്ട് 20-25 കൊല്ലം ഇപ്പുറമുള്ള കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ അന്ന് ഈ 20-25 കൊല്ലങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ സംഗതികളൊന്നുമില്ല. ഒരുപാട് മാറ്റങ്ങൾ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, അന്നുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മാഞ്ഞു പോയി എന്നുള്ളതാണ്. ഈ മുഹ്സിൻ ഹാമിദ് എക്സിറ്റ് വെസ്റ്റ് പുസ്തകമൊക്കെ എഴുതിയ മുഹ്സിൻ ഹാമിദിൻ്റെ ഒരു കോട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വരാൻ പോകുന്ന കാലമാണ് സുവർണകാലം എന്നാണ്. വെച്ചാൽ പൊതുവെ നമ്മൾ സുവർണകാലത്തെ കുറിച്ച് പറയാൻ എന്താണ്, ഏതോ കഴിഞ്ഞു പോയൊരു കാലം അല്ലെ. പണ്ടത്തെ കാലം ഭയങ്കര അന്നായിരുന്നു സുവർണകാലം, അന്നൊക്കെ ആയിരുന്നു കാലം എന്ന് പറയുന്ന രീതിയിലാണ് പൊതുവെ ആളുകൾ എന്ത് പറയാ, പണ്ടത്തെ ഏതോ ഒരു കാലമാണ് സുവർണകാലം എന്നാണ് പൊതുവെ മനുഷ്യന്മാർ പറയാം. പക്ഷെ ഇദ്ദേഹം പറയുന്നത് വരാൻ പോകുന്ന കാലമാണ് സുവർണകാലം എന്നാണ്. അപ്പോൾ സുവർണകാലം ഇനിയും വന്നു കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സംഗതി. അതായത് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്നോളജി, ഒരുപാട് എളുപ്പങ്ങൾ, ഒരുപാട് എന്താ പറയുക സൗകര്യങ്ങൾ നമുക്കുന്നുണ്ട്.